വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലുള്ള 2 പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം. വിഷ്ണു, നബീൽ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. 2 പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വധശ്രമത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമ നിരോധന നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികളായ വിഷ്ണു, നബീൽ എന്നിവർ വയനാട് ജില്ലയ്ക്ക് പുറത്ത് ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഹർഷിദ്, അബിറാം എന്നിവരെ 26 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും കോടതി തള്ളുകയായിരുന്നു. വധശ്രമത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമ നിരോധന നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആദിവാസി യുവാവ് മാദനെയാണ് റോഡിലൂടെ വലിച്ചിഴച്ച് ക്രൂരത കാട്ടിയത്. ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ കാറിൽ കൈചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളം വലിച്ചിഴക്കുകയായിരുന്നു. യുവാക്കൾ കൂടൽക്കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കമുണ്ടായി. ഇതിലിടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം. പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാദൻ തടഞ്ഞു. കാറിൽ വിരൽ കുടുങ്ങിയ മാദനെ 1/2 കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചിഴക്കുകയായിരുന്നു. പിന്നാലെ വന്ന കാർ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാദനെ വഴിയിൽ തള്ളിയത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.